ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ NMMS യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ NMMSന്റെ പ്രിപ്പറേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ദിവസമുള്ള നമുക്ക് ഏകദേശം എറൗണ്ട് നമുക്ക് ടു മന്ത്സിന് താഴെ ടൈമാണ് ഇനി മുന്നിലുള്ളത്. സോ ഡെഫിനറ്റ്ലി നമ്മൾ ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. സോ തീർച്ചയായിട്ടും NMMSനെ അപ്ലൈ ചെയ്തിട്ട് ഇതുവരെ പഠിച്ച് തുടങ്ങാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിച്ച് തുടങ്ങേണ്ട ടൈം അല്ലെങ്കിൽ പഠിച്ച് തുടങ്ങേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ പുറകിലേക്കാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് NMMS ക്രാക്ക് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. സോ ഡെഫിനറ്റ്ലി ഇപ്പം നിങ്ങളുടെ NMMSന് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാകും. അവർക്കൊക്കെ എന്ത് ചെയ്യാം, ഈ ചാനലിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഈ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ NMMSന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കാണാൻ പറ്റും. അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു ഗ്രൂപ്പിലേക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. തീർച്ചയായിട്ടും NMMS റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടൻസ് നമ്മൾ അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. സോ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലാൻ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ സസ്യചലനം. സസ്യങ്ങളിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചലനങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ. ലൈക്ക് നമ്മളിപ്പം നമ്മളെ ലൈറ്റ് വരുന്നതിനനുസരിച്ച് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഗുരുത്വാകർഷണത്തിന് അല്ലെങ്കിൽ ജിയോട്രോപ്പിസം നടക്കുന്നുണ്ട്, ഫോട്ടോട്രോപ്പിസം നടക്കുന്നുണ്ട്. ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് പ്ലാന്റ്സിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പ്ലാന്റ്സിൽ കാണുന്ന മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ചെറിയൊരു പാർട്ടാണ്, NMMSലെ ചെറിയൊരു പാർട്ടാണ്. സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട സിമ്പിളായിട്ടുള്ളൊരു പാർട്ടാണ്. നിങ്ങൾക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. സോ പ്ലാൻ മൂവ്മെൻറ്റ്സ് എന്തൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം അതൊന്ന് നോക്കി വെക്കാം. എങ്ങനെയാണ് സസ്യത്തിൽ നടക്കുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ചലനങ്ങൾ എങ്ങനെയൊക്കെ ഉള്ളതാണെന്ന് നമ്മൾ എന്ത് ചെയ്യാം, നോക്കി വെക്കാം. ട്രോപ്പിക് ചലനം ആണ് ആദ്യം ഉള്ളത്, അല്ലെങ്കിൽ ട്രോപ്പിക് മൂവ്മെൻ്റ് ആണ്. ഉദ്ദീപന ദിശക്കനുസരിച്ചുള്ള ചലനമാണ്. രണ്ടാമതുള്ള ചലനം എന്ന് പറയുന്നത് നാസ്റ്റിക് ചലനമാണ്, അല്ലെങ്കിൽ നാസ്റ്റിക് മൂവ്മെൻ്റ് ആണ്. ഉദ്ദീപന ദിശക്ക് അനുസരിച്ച് അല്ലാതെയുള്ള ചലനങ്ങൾക്കാണ് നമ്മൾ എന്ത് വിളിക്കുക, നാസ്റ്റിക് ചലനം എന്ന് പറയുക, അല്ലെങ്കിൽ നാസ്റ്റിക് മൂവ്മെൻറ്റ്സ് എന്ന് വിളിക്കുക. പ്ലാൻ മൂവ്മെൻറ്റ്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2 മൂവ്മെൻറ്റ്സ്. നമുക്ക് രണ്ടാക്കിയിട്ട് തിരിക്കാം, ട്രോപ്പിക് മൂവ്മെൻറ്റ് ആൻഡ് നാസ്റ്റിക് മൂവ്മെൻറ്റ്. ട്രോപ്പിക് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ് ഓഫ് അക്കോർഡിംഗ് ടു ദ ഡിറക്ഷൻ ഓഫ് സ്റ്റിമുലസ്. എന്തെങ്കിലും ഉദ്ദീപനം അല്ലെ, എന്തെങ്കിലും ഒരു സിഗ്നൽസ്, ആ സിഗ്നൽസിന് നേരായിരിക്കും എന്തുണ്ടാവുക, ഇതിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവുക. ആ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ട്രോപ്പിക് മൂവ്മെൻറ്റ് എന്ന് വിളിക്കുക. നാസ്റ്റിക് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, മൂവ്മെൻറ്റ് നോട്ട് അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻ ഓഫ് സ്റ്റിമുലസ്. ആ സിഗ്നൽസിന് നേരെ അല്ലാതെ ഉള്ള മൂവ്മെൻറ്റിനെയാണ് നമ്മൾ നാസ്റ്റിക് മൂവ്മെൻറ്റ് എന്ന് വിളിക്കുക. സോ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കി നോക്കാം. ഓരോ ക്വസ്റ്റ്യൻസും ഏതൊക്കെയാണ് വരുന്നത് നോക്കാം. ഇതൊക്കെ നമ്മൾ NMMSന് മുമ്പേ ചോദിച്ചിട്ടുള്ള കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഈ ഒരു പ്ലാൻ മൂവ്മെൻറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് NMMSന് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ഡിറക്ഷൻ ഓഫ് സ്റ്റിമുലസ്. സ്റ്റിമുലസിൻ്റെ ഡിറക്ഷനിലേക്ക് അല്ലെങ്കിൽ താഴെ പറയുന്ന ഒരു ഉത്തേജനത്തിൻ്റെ ദിശയുമായി ബന്ധമില്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉദ്ദീപനത്തിൻ്റെ ദിശയ്ക്ക് അനുസരിച്ചല്ലാതെ മൂവ്മെൻറ്റ് നടക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ നാസ്റ്റിക് മൂവ്മെൻറ്റ് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ, നാസ്റ്റിക് ചലനം എന്ന് പഠിച്ചിട്ടുണ്ട്. സോ നാസ്റ്റിക് മൂവ്മെൻറ്റ് ഏതാണെന്നാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. നാസ്റ്റിക് മൂവ്മെൻറ്റ് ഇതിൽ ഏതാണെന്നാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം. ഇതിൽ ഓരോ ഓപ്ഷൻസും വായിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ആൻസർ കിട്ടുന്നതാണ്. ഗ്രോത്ത് ഓഫ് സ്റ്റെം എങ്ങനെയാണ് ഗ്രോ ചെയ്യുക, ലൈറ്റിനനുസരിച്ചാണ്, ടുവേർഡ്സ് ലൈറ്റ് ആണ്. ലൈറ്റിനനുസരിച്ച് മൂവ്മെൻറ്റ് നടക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫോട്ടോട്രോപ്പിസം എന്ന് വിളിക്കുക കേട്ടോ. ഫോട്ടോട്രോപ്പിസം എന്നാണ് ലൈറ്റിനനുസരിച്ച് മൂവ്മെൻറ്റ് നടക്കുന്നതിന് നമ്മൾ വിളിക്കുക. സോ ഇറ്റ്സ് ബേസിക്കലി എന്താണ്, അത് ലൈറ്റിനനുസരിച്ചാണ്, വെളിച്ചത്തിനനുസരിച്ചാണ്, അല്ലെങ്കിൽ പ്രകാശത്തിനനുസരിച്ച്, പ്രകാശത്തിൻ്റെ ദിശക്കനുസരിച്ചാണ് എന്താ അതിൻ്റെ ദിശ മാറുന്നത് അല്ലെങ്കിൽ മൂവ്മെൻറ്റ് കാണാൻ പറ്റുന്നത്. അങ്ങനെയുള്ള ട്രോപ്പിക് ചലനത്തെയാണ് നമ്മൾ പ്രകാശ ട്രോപ്പിക് ചലനം അല്ലെങ്കിൽ ഫോട്ടോട്രോപ്പിസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഗ്രോത്ത് ഓഫ് റൂട്ട് എങ്ങനെയാണ് ഗ്രോ ചെയ്യുക, താഴേക്ക് ആയിരിക്കും അല്ലേ. അത് ഗുരുത്വാകർഷണത്തിന് അല്ലെങ്കിൽ നമ്മൾ ജലത്തിനനുസരിച്ചാണ് ജലം എന്ന് പറയുന്ന ഒരു സിഗ്നലിന് നേരെയാണ് അതിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ താഴേക്കായിരിക്കും റൂട്ടൊക്കെ ഗ്രോ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ റൂട്ട് താഴേക്ക് ഗ്രോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗുരുത്വാകർഷണത്തിന് അല്ലെങ്കിൽ ഗ്രാവിറ്റിക്ക് ടുവേർഡ്സ് ആണ് മൂവ് ചെയ്യുക, അല്ലെങ്കിൽ വെള്ളത്തിന് ടുവേർഡ്സ് ആയിട്ടാണ് മൂവ് ചെയ്യുക. സോ രണ്ട് ചലനങ്ങളും റൂട്ടിൽ കാണാൻ പറ്റും. സോ ഇതും സിഗ്നൽസിന് നേരെയാണ്. സോ നമുക്ക് എന്താ വയ്ക്കാം, ഇതും ഒരു ട്രോപ്പിക് മൂവ്മെൻ്റ് ആണ്. ഇനി ഗ്രോത്ത് ഓഫ് പോളൻ ട്യൂബ്, അതായത് പരാഗനാളത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് കീമോട്രോപ്പിസ് ആണ്. ഡിഫറെൻ്റ് ആയുള്ള കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, അതിലൂടെ ഇങ്ങനെ പരാഗനാളം, അതായത് നമ്മൾ ഓവറിയിലേക്കും അതിൻ്റെ അണ്ടാശയത്തിലേക്കും ഒക്കെ എത്തുന്നത് കേട്ടോ. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഗ്രോത്ത് ഓഫ് പോളൻ ട്യൂബ് എന്ന് പറയുന്നത് എന്താണ്, കീമോട്രോഫിസ് ആണ്. സോ ഇറ്റ്സ് എ ട്രോപ്പിക് മൂവ്മെൻറ്റ്. സിഗ്നൽസിനനുസരിച്ചാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള കെമിക്കൽസിനനുസരിച്ചാണ് അത് മൂവ്മെൻറ്റ് നടക്കുന്നത്. ആ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എന്ത് ചെയ്യും, ക്ലിയർ ആവും. ഇനി ബ്ലോസമിങ് ഓഫ് ഫ്ലവർ ബഡ്, ഒരു പൂമുട്ട് വിരിയുന്നത്
ഏതെങ്കിലും സിഗ്നൽസ് വെച്ചിട്ടാണോ? ഏതെങ്കിലും ഒരു സിഗ്നൽ വരുന്ന സമയത്ത്, പ്രകാശം വരുന്ന സമയത്താണോ? അല്ലെങ്കിൽ എങ്ങനെ രാത്രി പൂക്കുന്ന പൂക്കളുണ്ട്, അതുപോലെ തന്നെ രാവിലെ പൂക്കുന്ന പൂക്കളുണ്ട്. അപ്പോൾ നമുക്ക് പ്രകാശം വരുമ്പോൾ മാത്രമാണ് ഫ്ലവർ ബഡ് വിരിയാന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അത് സിഗ്നൽസ് വെച്ചിട്ടല്ലല്ലോ എന്ത് ചെയ്യുന്നത്, പൂമുട്ട് വിരിയുന്നത്. സോ ഈസിലി നമുക്ക് പറയാൻ പറ്റും ഇറ്റ്സ് എ നാസ്റ്റിക് മൂവ്മെൻറ്റ്. ഇത് നമ്മൾ സിഗ്നൽസ് വെച്ചിട്ടൊന്നല്ല വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നാസ്തിക ചലനത്തിൻ്റെ ഉദാഹരണമാണ് എന്താ, ബ്ലോസമിങ് ഓഫ് ഫ്ലവർ ബഡ് അല്ലെങ്കിൽ പൂമുട്ട് വിരിയുന്നത് അതിന് എക്സാമ്പിളാണ്. സോ ഇതായിരിക്കും നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഡയറക്ഷൻ ഓഫ് പ്ലാൻ മൂവ്മെന്റ് ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഡിറക്ഷൻ ഓഫ് സ്റ്റിമുലസ് ഈസ് കോൾഡ്. അതായത് ചെടിയുടെ ചലനം ഉത്തേജനത്തിന്റെ ദിശയോട് യോജിച്ച് നടക്കുന്നുവെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കുന്നു? അതായത് ചെടിയുടെ വളർച്ച അല്ലെങ്കിൽ ചെടിയുടെ ചലനം ആ സ്റ്റിമുലസ് അല്ലെ, ആ ഒരു ഉത്തേജനത്തിന് അല്ലെങ്കിൽ ഉദ്ദീപനത്തിനനുസരിച്ചാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് എന്ത് വിളിക്കാം? നമുക്ക് വിളിക്കാൻ പറ്റുന്ന പേരാണ് ട്രോപ്പിക് മൂവ്മെന്റ്സ് എന്നല്ലേ. അതിനെ നമ്മൾ ട്രോപ്പിക് മൂവ്മെന്റ്സ് ആണ് വിളിക്കുക. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ് ട്രോപ്പിക് മൂവ്മെന്റ് ആണ്. എന്തെങ്കിലും ചലനം സ്റ്റിമുലസിന് നേരെയാണ് അല്ലെങ്കിൽ സിഗ്നൽസിന് നേരെയാണെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രോപ്പിക് മൂവ്മെന്റ്സ്, അല്ലെങ്കിൽ നമ്മൾ നാസ്റ്റിക് മൂവ്മെന്റ്സ് എന്നാണ് വിളിക്കുക. സോ ഈസിലി നമുക്ക് പറയാൻ പറ്റും ഓപ്ഷൻ ബി ആണെന്ത് ഈ ഒരു ക്വസ്റ്റ്യനിലെ റൈറ്റ് ആൻസർ. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നാസ്റ്റിക് മൂവ്മെന്റ്സ് ഡിഫർ ഫ്രം ദ ട്രോപ്പിക് മൂവ്മെന്റ്സ് ഇൻ ദാറ്റ് ദേ ആർ. നാസ്റ്റിക ചലനം ട്രോപ്പിക് ചലനത്തിൽ നിന്നും വ്യത്യസ്തമാണ്, കാരണം അവ ട്രോപ്പിക് മൂവ്മെന്റ്സും നാസ്റ്റിക് മൂവ്മെന്റ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഒന്ന്, ട്രോപ്പിക് മൂവ്മെന്റ്സ് ആണെങ്കിൽ ഉദ്ദീപനത്തിനനുസരിച്ചാണ് മൂവ്മെന്റ് ഉണ്ടാവുക. നാസ്റ്റിക് മൂവ്മെന്റ്സ് അതിനനുസരിച്ചല്ല മൂവ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ ഡിഫറൻസ് വരുന്നത്. സോ നമുക്ക് നോക്കാം, ഡിറക്ഷണൽ ആണോ നാസ്റ്റിക് മൂവ്മെന്റ്സ്? ഡിറക്ഷണൽ ആണോ? അല്ല, ഇത് ട്രോപ്പിക് മൂവ്മെന്റ്സ് അല്ല. അല്ലെങ്കിൽ ദിശാസൂചകം ഏതാണ്? സൂചകം ഏതാണ്? ഡയറക്ഷണലായിട്ട് മൂവ് ചെയ്യുന്നത് ഏതാണ്? ട്രോപ്പിക് മൂവ്മെന്റ്സ് ആണ്. നമുക്ക് നോക്കാം, സ്റ്റിമുലേറ്റഡ് ബൈ കെമിക്കൽസ് വെച്ചിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ രാസവസ്തുക്കൾ മൂലം ഉണ്ടാകുന്നത് എന്താണ്? കീമോട്രോപ്പീസ് ആണ്. കെമിക്കൽസ് വെച്ചിട്ട്, ലൈക്ക് നമ്മളിപ്പം ഒരു പോളൻ ട്യൂബ് എഗ്ഗിലേക്ക് പോകുന്നത് അല്ലെ, അണ്ടാശയത്തിലേക്ക്. നമ്മൾ നേരത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. പരാഗനാളത്തിന്റെ വളർച്ച എങ്ങനെയാണ്? ഒരുപാട് കെമിക്കൽസ് വെച്ചിട്ടാണ്. സോ അതും എന്താണ്? ദിശാസൂചകമാണ്. സോ ഈസിലി നമുക്ക് പറയാൻ പറ്റും ഇതെന്താണ്? ഇത് ട്രോപ്പിക് മൂവ്മെന്റ് ആണ്. സോ ഓപ്ഷൻ ബി എന്താണ്? റോങ് ആണ്. ഇനി നമുക്ക് നോക്കാം, നോൺ ഡിറക്ഷണൽ അതിന് ദിശാസൂചകം ഒന്നല്ല. ദിശാസൂചകമല്ലാത്തത് ഏതാണ്? നാസ്റ്റിക് മൂവ്മെന്റ്സ് ആണ്. സോ ഓപ്ഷൻ സി ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി വളർച്ചയുമായി ബന്ധപ്പെട്ടത് ഏതാ? വളർച്ചയുമായി ബന്ധപ്പെട്ടതൊക്കെ ട്രോപ്പിക് മൂവ്മെന്റ്സ് ആയിരിക്കും കൂടുതലായിട്ട് വരാം. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഇതെന്തല്ല? റോങ് ആണ്. സോ അങ്ങനെയും നമുക്ക് പെർട്ടിക്കുലർ പറയാൻ പറ്റില്ല. നാസ്റ്റിക് മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഉദ്ദീപന അല്ലെങ്കിൽ നമ്മുടെ സ്റ്റിമുലസിന് അനുസരിച്ച് എല്ലാ മൂവ്മെന്റ് നടക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നമ്മൾ നാസ്റ്റിക് മൂവ്മെന്റ്സ് വിളിക്കുക. അതാണ് മെയിൻലി ഡിഫറൻസ് ബിറ്റ്വീൻ ട്രോപ്പിക് മൂവ്മെന്റ്സ് ആൻഡ് നാസ്റ്റിക് മൂവ്മെന്റ്സ് എന്ന് എന്ത് ചെയ്യുക? നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ ഈസിലി നമുക്ക് പറയാൻ പറ്റും ഓപ്ഷൻ സി ആണ് നമ്മളെ ആ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ. ഇനി ബെൻഡിങ് ഓഫ് പ്ലാന്റ് ടുവേർഡ്സ് ദ സൺലൈറ്റ്, അതായത് സൂര്യപ്രകാശത്തിന് നേരെ സസ്യം വളയുന്നതിനെ എന്ത് വിളിക്കുന്നു? അപ്പോൾ നമ്മൾ സൂര്യപ്രകാശത്തിനനുസരിച്ച് നമ്മളെ ചെടികളൊക്കെ വളരുന്ന നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ആ മൂവ്മെന്റിനെയാണ് നമ്മൾ ഫോട്ടോട്രോപ്പിസം എന്ന് വിളിക്കുക, അല്ലെങ്കിൽ പ്രകാശ ട്രോപ്പിക ചലനം എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഈസിലി പറയാൻ പറ്റും ഓപ്ഷൻ എ ആണ്. സൂര്യപ്രകാശത്തിനനുസരിച്ചാണ് എന്ത് ചെയ്യുക? മൂവ്മെന്റ് നടക്കുക. ഇനി ഹാപ്റ്റോട്രോപ്പിസം എന്ന് പറഞ്ഞാൽ സ്പർശം. നമ്മൾ തൊട്ടാവാടിനൊക്കെ ടച്ച് ചെയ്യില്ല. തൊട്ടാവാടിനെ നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? തൊട്ടാവാടി എന്ത് ചെയ്യും? അത് അടയും. അതെന്താണ്? നമ്മളെ സ്പർശിക്കുന്നതുകൊണ്ടാണ് അല്ലേ? അപ്പോൾ സ്പർശ ട്രോപ്പിക് ചലനത്തിന്റെ എക്സാമ്പിൾ ആണ് എന്ത്? അത്. അപ്പം ഹാപ്റ്റോട്രോപ്പിസം എന്ന് പറഞ്ഞാൽ സ്പർശ ട്രോപ്പിക് ചലനമാണ്. സ്പർശം വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ടച്ച് കാരണം ഉണ്ടാവുന്ന ആ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ചലനങ്ങൾക്കാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്പർശ ട്രോപ്പിക് ചലനം എന്ന് വിളിക്കുന്നത്. ഇനി ജിയോട്രോപ്പിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുരുത്വ ട്രോപ്പിക് ചലനം അല്ലെങ്കിൽ ഭൂഗുരുത്വം അല്ലേ? ഭൂഗുരുത്വം എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാവിറ്റിക്ക് ടുവേർഡ്സ് ആയിട്ട് താഴേക്കുള്ള മോഷൻസിനെയാണ് പ്ലാന്റ്സ് താഴേക്ക് എന്ത് ചെയ്യും? വേര് പ്രൊഡ്യൂസ് ചെയ്യില്ല. വേര് അല്ലെങ്കിൽ റൂട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് താഴേക്കാണ്. അപ്പോൾ ആ ഒരു മോഷനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു മൂവ്മെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഭൂഗുരുത്വ ട്രോപ്പിക് ചലനം അല്ലെങ്കിൽ ജിയോട്രോപ്പിസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്താണ്? റോങ് ആണ് നമ്മുടെ സൂര്യപ്രകാശത്തിനനുസരിച്ച്. ഇനി കീമോട്രോപ്പിസം എന്ന് പറഞ്ഞാൽ എന്താണ്? രാസട്രോപ്പിക് ചലനമാണ്. രാസട്രോപ്പിക് ചലനം എന്ന് പറഞ്ഞാൽ സെർട്ടൺ ആയിട്ടുള്ള കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? നമ്മളെ പോളൻ ട്യൂബൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? രാസട്രോപ്പിക് ചലനം എന്ന് വിളിക്കുന്നത്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഇതൊന്നല്ല ആൻസർ വരുന്നത്. പ്രകാശത്തിനനുസരിച്ചാണ് വളയുന്നത് ചെടികൾ, അതായത് ബെൻഡിങ് ടുവേർഡ്സ് സൺലൈറ്റ് ആണ്. സോ അത് നമുക്ക് ഈസിലി പറയാൻ പറ്റും ഫോട്ടോ മീൻസ് ലൈറ്റ് ആണ്, ലൈറ്റിന് അനുസരിച്ചാണ്. സോ ഫോട്ടോട്രോപ്പിസം എന്ന് പറയുന്ന ഒരു ഗ്രോത്ത് ആണ് നമുക്ക് അവിടെ കാണാൻ പറ്റുക. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. റൂട്ട്സ് ടിപ്പിക്കലി ഷോസ് പോസിറ്റീവ് ജിയോട്രോപ്പിസം മീനിങ് ദി ഗ്രോ. വേരുകൾ സാധാരണയായി പോസിറ്റീവ് ജിയോട്രോപ്പിസം കാണിക്കുന്നു. അതായത് അവ വളരുന്നത് എങ്ങനെയാ? താഴോട്ടാണ്. ഭൂഗുരുത്വത്തിനനുസരിച്ചാണ് താഴോട്ടാണ് വളരുന്നത്. സോ നമുക്ക്
ഈസിലി പറയാൻ പറ്റും താഴേക്ക് വളരുന്നത് കൊണ്ട് തന്നെ ജിയോട്രോപ്പിസം എന്ന് പറഞ്ഞാൽ എന്താ, ഭൂഗുരുത്വത്തിനനുസരിച്ച് അത് ചലനം നടത്തുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ജിയോട്രോപ്പിസം എന്ന് വിളിക്കുന്നത്. സോ ടുവാർഡ് ദ ലൈറ്റ് ആണോ, ടുവാർഡ് ദ ലൈറ്റ് ആണെങ്കിൽ പ്രകാശട്രോപ്പിക് ചലനം അല്ലെങ്കിൽ ഫോട്ടോട്രോപ്പിസം എന്നാണ് വിളിക്കുക. സോ ഇത് റോങ് ആണ്. ഇനി നമുക്ക് നോക്കാം എവേ ഫ്രം ദ വാട്ടർ. വാട്ടറിൽ നിന്ന് എതിരായിട്ടാണ് പോകാന്ന് പറയുന്നത്. വാട്ടറിൽ നിന്ന് എതിരായിട്ടാണോ വേരുകൾ വളരുന്നത്? അല്ല. അതിനെ വാട്ടറിന് ടുവേർഡ്സ് ആയിട്ട് പോവുകയാണെങ്കിൽ ഹൈഡ്രോട്രോപ്പിസം അല്ലെങ്കിൽ ജലട്രോപ്പിക് ചലനം എന്നാണ് വിളിക്കുക. സോ ഇതെന്താണ്, ഇതും റോങ് ആണ്. ഇനി നമുക്ക് നോക്കാം ടുവേർഡ്സ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഗുരുത്വാകർഷണ ശക്തിക്ക് നേരെ ആണ് വേരുകൾ വളരുന്നത് അല്ലേ. സോ ഓപ്ഷൻ സി ആയിരിക്കും നമ്മളെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി നമുക്ക് നോക്കാം എവേ ഫ്രം ദ കെമിക്കൽ സ്റ്റിമുലസ്, അതായത് രാസ ഉത്തേജനത്തിൽ നിന്ന് അകന്നിട്ടാണ് പോകാന്ന് പറയുന്നത്. ആണോ രാസ ഉത്തേജനം എന്തെങ്കിലും വേരുകളുടെ ഉൽപ്പാദനത്തിനോ അല്ലെങ്കിൽ റൂട്ടിന്റെ ഗ്രോത്തിനോ എന്തെങ്കിലും ഡെവലപ്മെന്റിനോ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ ഇതെന്താണ്, റോങ് ആണ്. സോ ഈസിലി നമുക്കെന്ത് പറയാൻ പറ്റും, നമുക്ക് ഈസിലി പറയാൻ പറ്റും ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഭൂഗുരുത്വാകർഷണത്തിന് ശക്തിക്ക് നേരെയാണ് എന്താ അതിൻ്റെ മൂവ്മെന്റ് നടക്കുന്നത്. സോ ഈസിലി പറയാൻ പറ്റും ഓപ്ഷൻ സി ആണ് എന്താ ഈ ഒരു ക്വസ്റ്റിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതുവരെ പറഞ്ഞുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ലൈറ്റ് ഉണ്ട്. ലൈറ്റിനനുസരിച്ചാണ് എന്താ പ്ലാന്റിൻ്റെ ഒരുപാട് പാർട്ടുകൾ ആ ബെൻഡിങ് ചെയ്യുന്നത്. സോ അതിനാണ് ഫോട്ടോട്രോപ്പിസം അല്ലെങ്കിൽ പ്രകാശട്രോപ്പിക് ചലനം എന്ന് വിളിക്കുന്നത്. ഇനി ജിയോട്രോപ്പിസം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റൂല്ലേ. അതായത് ഭൂഗുരുത്വത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഭൂഗുരുത്വത്തിനനുസരിച്ച് വേരുകൾ താഴേക്ക് വരുന്നുണ്ട്. അതിനെയാണ് ജിയോട്രോപ്പിസം അല്ലെങ്കിൽ ഭൂഗുരുത്വ ട്രോപ്പിക് ചലനം എന്ന് വിളിക്കുന്നത്. ഇനി ഹൈഡ്രോട്രോപ്പിസം എന്ന് പറഞ്ഞാൽ റൂട്ട് എന്ത് ചെയ്യും, വെള്ളത്തിന് നേരെ വളരും അല്ലെ. വെള്ളത്തിന് നേരെ വളർന്നതിനാണ് എന്ത് വിളിക്കുക, ഹൈഡ്രോട്രോപ്പിസം അല്ലെങ്കിൽ ജലട്രോപ്പിക് ചലനം എന്ന് വിളിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ട്രോപ്പിക് ചലനങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു പാർട്ടിൽ നിന്ന് നമുക്ക് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ NMMSന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദി ഗ്രോത്ത് ഓഫ് എ പോളൻ ട്യൂബ് ടുവേർഡ്സ് ഓവ്യൂൾ ഈസ് എൻ എക്സാമ്പിൾ ഓഫ്, അതായത് പരാഗനാളം അണ്ഡാശയത്തിലേക്ക് വളരുന്നത് ഏത് തരം ട്രോപ്പിക് ചലനത്തിന്റെ ഉദാഹരണമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹൈഡ്രോട്രോപ്പിസം ഉണ്ട്, ഹാപ്റ്റോട്രോപ്പിസം ഉണ്ട്, കീമോട്രോപ്പിസം ഉണ്ട്, ഫോട്ടോട്രോപ്പിസം ഉണ്ട്, അല്ലെങ്കിൽ ജലട്രോപ്പിക് ചലനം ഉണ്ട്, സ്പർശട്രോപ്പിക് ചലനം ഉണ്ട്, രാസട്രോപ്പിക് ചലനം ഉണ്ട്, പ്രകാശട്രോപ്പിക് ചലനം ഉണ്ട്. സോ ആ ഒരു ആൻസർ എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ പിന്നിലുള്ള ഒരുപാട് കാര്യങ്ങളും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ആൻസർ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. നിങ്ങൾ ഇനി അറിയേണ്ട രണ്ടാളുകളാണ്, ഒന്ന് ഹാപ്റ്റോട്രോപ്പിസവും ഒന്ന് കീമോട്രോപ്പിസവും. ഹാപ്റ്റോട്രോപ്പിസം എന്ന് പറഞ്ഞാൽ സ്പർശട്രോപ്പിക് ചലനം, അതായത് നമ്മൾ അതായത് ഇപ്പം നമ്മളൊരു മരത്തിൻ്റെ മുകളിൽ വെറ്റിലേക്ക് വളരുന്ന അല്ലെങ്കിൽ നമ്മൾ അരക്കിന ട്രീൻ്റെ മുകളിലൊക്കെ അല്ലേ, നമ്മൾ കവുങ്ങിൻ്റെ മുകളിലൊക്കെ എന്ത് ചെയ്യും, അത് അടക്ക മരത്തിൻ്റെ മുകളിലൊക്കെ എന്ത് ചെയ്യും, ഇങ്ങനെ എന്ത് വളരും നമ്മൾ കാണാറുണ്ട് നമ്മുടെ വെറ്റില അല്ലേ, അല്ലെങ്കിൽ ബീറ്റൽ ലീവ്സ് വളരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതെങ്ങനെയാണ്, സ്പർശിച്ച് എന്ത് ചെയ്യുക പോവാം. അങ്ങനെ സ്പർശിച്ച് പോകുന്നതിന് സ്പർശട്രോപ്പിക് ചലനം എന്ന് വിളിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ തൊട്ടവാടിനെ ടച്ച് ചെയ്യുന്ന സമയത്ത് അത് അടിയുന്നതും ഒരു സ്പർശട്രോപ്പിക് ചലനത്തിൻ്റെ ഉദാഹരണമാണ്. അതുപോലെ തന്നെ രാസട്രോപ്പിക് ചലനത്തിൻ്റെ ഉദാഹരണമാണ് പരാഗനാളം എന്ത് ചെയ്യും, നമ്മുടെ ഈ അണ്ഡാശയത്തിലേക്ക് അല്ലേ, പൂവിൻ്റെ അണ്ഡാശയത്തിലേക്ക് വന്നിട്ട് അതിൻ്റെ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, പോളൻ ട്യൂബിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. സെർട്ടൺ ആയിട്ടുള്ള കെമിക്കൽസ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് കെമിക്കൽസിന് ടുവേർഡ്സ് ആയിട്ടാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ് കാണാൻ പറ്റുക അല്ലെങ്കിൽ ചലനം കാണാൻ പറ്റുക. ആ ചലനത്തിനെയാണ് നമ്മൾ കീമോട്രോപ്പിസം അല്ലെങ്കിൽ ട്രോപ്പിക് ചലനം എന്ന് വിളിക്കുന്നത്. ഇതിനെ നമ്മൾ സ്പർശട്രോപ്പിക് ചലനം എന്നാണ്. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഈ ഒരു കാണുന്ന ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ എന്ത് ചെയ്യുക, നിങ്ങൾ ഏതാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ റൈറ്റ് ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. നമ്മൾ NMMSുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ഡെയിലി ആയിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ട്. സോ നിങ്ങൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൾ അമർത്തി വെക്കുക. കാരണം ആ ഒരു ഓൺ അല്ലെങ്കിൽ ഓൾ എന്ന് പറയുന്ന ആ ഒരു പാർട്ട് ഓൺ ആക്കി വെച്ചാൽ മാത്രമേ ഓരോ പുതിയ വീഡിയോകൾ വരുന്ന സമയത്തും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ NMMS പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഒത്തൊരുമിച്ച് എന്ത് ചെയ്യാം, നമുക്ക് NMMS തീർച്ചയായും ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് പറയുകയാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുന്നു. So thank you all and bye.